അമൽ ബ്രോ, ഹലോ. എന്താണ് വലിയ മില്യൺ പൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയത് കേട്ടോ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എല്ലാ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. നമ്മളെന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് ആദ്യം തുടങ്ങിയത് ഓർമ്മയുണ്ടോ? ബിസിനസ് ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ സമയത്ത് വളരെ ചെറിയ ഒരു ഓർഡർ സിസ്റ്റം വെച്ച് മാത്രമായിരുന്നു നമ്മൾ വർക്ക് ചെയ്തത്. നമ്മൾ ആദ്യം റെസ്റ്റോറന്റ് ഒക്കെ പഠിച്ചു. അപ്പൊ ഇപ്പൊ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ സ്വന്തം കാർഡ് പേയ്മെന്റ് സിസ്റ്റം വരെ ആയിട്ടുണ്ട്. നമുക്ക് സ്വന്തം ഉണ്ട്. ജൂവിന്റെ പേ എന്നും പറഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റേഴ്സ് നമ്മളെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ആ വിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് വലിയ രീതിയിൽ കമ്പനി വളരണം. അതിന് അജീഷിന്റെ എല്ലാ അല്ല, ഇപ്പൊ എന്തൊക്കെ സർവീസ് ആണ്, നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ്? അതായത് നമ്മളിപ്പം മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ ഒരു കംപ്ലീറ്റ് സ്റ്റാക്ക് ഓഫ് ടെക്നോളജിയാണ് ചെയ്യുന്നത്. അത് പോസ്റ്റിൽ നിന്ന് തുടങ്ങി വെബ്സൈറ്റ്സ്, ഓൺലൈൻ ഓർഡേഴ്സ്, ബുക്കിംഗ്സ്, അതുപോലെ നമ്മുടെ ഗൂഗിളിന്റെ ഗ്ലോബൽ ആയിട്ടുള്ള ബുക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. അതുപോലെ നമ്മുടെ ഇപ്പൊ കാർഡ് പേയ്മെന്റ് സിസ്റ്റം, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് സ്റ്റാക്ക് ഓഫ് ടെക്നോളജി വെച്ചിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അങ്ങനെ സാധാരണ ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് ഓണറെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഒരു 5-6 വെൻഡേഴ്സ് എപ്പോഴും ഉണ്ട്. അപ്പം ഈ റെസ്റ്റോറന്റ് ഓണേഴ്സ് എല്ലാവരും എന്തെങ്കിലും ഒരു ആവശ്യം നടത്തും ആൾക്കാർ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു മെനു ചേഞ്ചിന് വേണ്ടി പോലും ഇത്രയും പേരെ വിളിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്റ്റാക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പം യൂറോപ്പിലേക്കുള്ള എക്സ്പാൻഷൻ നടക്കാൻ പോവുകയാണ്. നമുക്ക് അയർലൻഡിൽ കമ്പനി ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ യൂറോപ്പിലേക്കുള്ള എക്സ്പാൻഷൻ. അതുപോലെ സിലിക്കോൺ വാലിയിൽ നമ്മുടെ ഒരു AI, കാരണം ഇത്രയും സ്റ്റാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡാറ്റ അത് വെച്ചിട്ടുള്ള ഒരു AI-യുടെ ഒരു ആപ്ലിക്കേഷൻ. ചെറിയ കളിയിൽ ഇന്റർനാഷണൽ കളികളാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അതുപോലത്തെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കമ്പനി വളർത്തി കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടില്ല. നിങ്ങൾ ഈ കമ്പനിക്ക് വളരുമ്പോ മലയാളികൾക്ക് ഞങ്ങൾക്ക് വല്ല ഗുണമൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിനെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ റീസെല് ചെയ്ത് ഒരു പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കീം നമ്മുടെ കയ്യിലുണ്ട്. അതായത് യാതൊരുവിധ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ. കാരണം നമ്മൾ ഇത്രയും സ്റ്റാക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമുക്കിപ്പോ ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ഈ ഒരു പ്രൊഡക്ട്സ് എടുത്ത് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മന്ത്ലി റവന്യൂ എപ്പോഴും കിട്ടുന്ന, അത് ചിലപ്പോൾ ഇവിടുത്തെ ഒരു ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ സാധാരണ കിട്ടുന്ന ഒരു സാലറിയേക്കാൾ ഡബിൾ ഉണ്ടാവും. കാരണം ഓൾറെഡി നമുക്ക് അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ കാണിച്ചു തരാം. അല്ല, എനിക്ക് ഈ പ്രൊഡക്ട്സ് ഒന്ന് കാണിച്ചു തരും. ഇപ്പൊ എന്ന് കണ്ട പ്രൊഡക്റ്റ് അല്ലേ, ഇപ്പൊ കാണിച്ചു തരാൻ പറ്റും. ഇവിടെ എവിടെയാണ്? നമുക്ക് ഒരു കടയിലേക്ക് പോവാം. അവിടെ തന്നെ ഒരു ലൈവ് ഡെമോ കണ്ടേക്കാം. ബ്രോ, ഇതൊക്കെയാണോ നമ്മുടെ ഐറ്റം? അതെ, ഇത് തന്നെ. ഇതിപ്പോ നമ്മുടെ പോസ്റ്റ് സിസ്റ്റം ആണ്. ഇതിപ്പോ നമ്മുടെ സ്വന്തം കാർഡ് പേയ്മെന്റ് സിസ്റ്റം, പിന്നെ വെബ്സൈറ്റ്, ഓൺലൈൻ ഓർഡേഴ്സ്, ബുക്കിംഗ്സ്, അതുപോലെ നമ്മൾ ഗൂഗിളിന്റെ ഗ്ലോബൽ പാർട്ട്നേഴ്സ് ആണ് ബുക്കിംഗ്സിൽ. അതുപോലെ ഇതിപ്പോൾ സെൽഫ് ചെക്ക്ഔട്ട്, മെയിൻലി ഫോർ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ്, അതിന്റെ കാർഡ് പേയ്മെന്റ് സിസ്റ്റം, കിച്ചൺ ഡിസ്പ്ലേ, ഇത്രയും നമ്മുടെ ഒരു ടെക്നോളജി പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണ് ബ്രോ നിങ്ങളോടൊപ്പം ചേരാൻ പറ്റുക? ഇത് വളരെ ഈസി അല്ലേ. അതായത് നമുക്കിവിടെ ഒരു റീസെല്ലേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അതായത് എവറി വീക്ക് നമ്മളൊരു 2 days ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, റീസെല്ലേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്ട്സുകൾ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി സെല്ലിംഗ് ആണ്, അതായത് സെയിൽസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മർച്ചൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 200 pound റവന്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ മാത്രം മതി നല്ലൊരു റവന്യൂ, ഒരു റെക്കറിങ് റവന്യൂ നിങ്ങൾക്ക് വരാൻ. അപ്പോൾ ഒറ്റ പൈസ ഇല്ലാണ്ട് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കംഫർട്ട് സോണായ വീട് വിട്ട് പുറത്ത് പോയി സെല്ല് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് പണി എടുത്താൽ കുറെ കാശ് ഉണ്ടാക്കുന്നത്. അത് സെല്ല് ചെയ്യുക, അതാണ് സെയിൽസ് ആണ് ശരിക്കും പറഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.